സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയമാണ്. വിഷയം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ യുവതലമുറയും അതുപോലെ തന്നെ പ്രായമുള്ള തലമുറയൊക്കെ ചതിക്കുഴിയിലേക്ക് നിൽക്കുന്ന ഒരു വലിയ വലയെക്കുറിച്ചാണ് ഇന്ന് ഉലയനാൻ സാർ സംസാരിക്കുന്നത്. ഡാർക്ക് വെബ് എന്നും ഇരുണ്ട വലയെന്നും ഒക്കെ പറയുന്ന ആ ഒരു വലയെക്കുറിച്ചും അതിൻ്റെ ചെയ്തികളെ കുറിച്ചും ഒക്കെയാണ് ഉലയനാൻ സാർ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം ഉലയനാൻ സാറിലേക്ക്. ഉലയനാൻ സാർ, യു ആർ വെൽക്കം. സാറേ, ഒത്തിരി നന്ദി. ഒരു 10-15 ദിവസമായി ഈ പ്ലാറ്റ്ഫോമിൽ ഇല്ല ഞാൻ. പക്ഷെ ആവേശത്തോടെ തിരിച്ചു വന്നപ്പോ ഇങ്ങനെ ഒരു വലയുടെ അകത്തുള്ള നമ്മളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ എടുക്കുന്നത്. ദ ഡാർക്ക് വെബ്, ഇരുണ്ട വലയുടെ നേർച്ചുഴിയിലകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എനിക്കറിയാം, പ്രായമായ പലർക്കും, എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മാഡത്തിൻ്റെ ചെറു കുറിപ്പുകളിൽ നിന്നാണ് ഞാനിത് പെറുക്കിയെടുത്തത്. പിന്നെ നമ്മുടെ നെറ്റിലേക്കും തന്നെ ഒന്ന് പോയി ഏകദേശമൊക്കെ കിട്ടി. അപ്പൊ അത് എനിക്ക് തോന്നി, ഇത് നമ്മുടെ ഈ തലമുറയിൽ തന്നെ അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അവർക്കൊരു വെളിച്ചമാവട്ടെ, അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ സാബു സാറൊക്കെ ഇതിന്റെ ഉസ്താദുകളാണ്. അപ്പൊ സാറിനോട് നേരിട്ട് വല്ല തെറ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സ്വകാര്യമായിട്ട് എന്നെ ഒന്ന് തിരുത്തണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഒരു മത്സ്യം പിടിക്കുന്ന ഒരാള് പലതരം വലകൾ ഉപയോഗിക്കാറുണ്ട്. പുഴയിൽ ഇറങ്ങിയാൽ അയാൾ വീശുവലയ്ക്ക് പകരം ഒരു കെട്ടുവല എന്നാണ് അതിന് പറയുന്നത്. കുറച്ച് നീളം ഉണ്ടാവും, ഒരു 10-30 അടി 40 അടി നീളമുള്ളത്. ഒരറ്റത്തുനിന്ന് കെട്ടി ഇയാൾ കരയിൽ മിണ്ടാതിരിക്കും. ഈ വലയുടെ ചലനമാണ് അതിനകത്ത് മത്സ്യം കുടുങ്ങി, വലിയ മത്സ്യം കുടുങ്ങിയെങ്കിൽ അറിയാനായിട്ട് കഴിയും. അത് മറ്റാരും അറിയാതെ അയാൾ ഇറങ്ങിച്ചെന്ന് ആ വലിയ മത്സ്യത്തിനെയും പൊക്കി അയാൾ അയാളുടെ വീട്ടിലോട്ട് പോകും. ഈ കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത്. ആ വലിയ മത്സ്യം ഞാനാണ്, നിങ്ങളാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ഇപ്പൊ ഡാർക്ക് വെബും അതിൻ്റെ ഡേഞ്ചർ സിറ്റുവേഷൻ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. പുതുതലമുറ ഇതിനകത്തേക്ക് എളുപ്പത്തിൽ ചെന്ന് ചാടുന്നു. നമ്മൾ കരയിൽ കുറച്ചു നേരമൊക്കെ നോക്കി നിന്നൊന്ന് ടച്ച് ചെയ്തൊക്കെ നോക്കും, വേണ്ട, നമ്മൾ വിടുന്നു. പക്ഷെ പുതുതലമുറ, ന്യൂജൻസ്, അതിൻ്റെ ആഘാതങ്ങളിൽപ്പെട്ട് അലയുന്ന ഒത്തിരി ചെറുപ്പക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി അതിൻ്റെ വരംവരായികളെ കുറിച്ചും വഴികളെ കുറിച്ചും ഇത് 2 സെഷനായിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഈ സംഭവങ്ങൾ എന്താണ്, എങ്ങനെയാണ് നടക്കുന്നത്, പിന്നെ അടുത്ത സെഷനിൽ അതിൻ്റെ ബാക്കി പത്രങ്ങൾ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തോടെ തന്നെ ഞാൻ തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ലോകം മുഴുവനും ഈ വലയിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. മനുഷ്യനെ മനുഷ്യൻ കൊണ്ടുവന്നു കഴിഞ്ഞു. ലോകത്തിന്റെ ഏത് മൂലയിലിരുന്നും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് അത്. ഞാൻ ധോണിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നു, അത് നെറ്റിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾ അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നു, എനിക്ക് കമന്റ് തരുന്നു, നല്ലത് പറയുന്നു, വിഷവും മനസ്സിൽ തോന്നിയാൽ പറയാതിരിക്കുന്നു, അതൊക്കെ കാര്യം ശരിയാ. പക്ഷെ ഈ വലയുടെ ഒരു പ്രവർത്തനമാണ് അതിന് സഹായിക്കുന്നത് എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോ മറ്റുള്ളവനെ നിയന്ത്രിക്കാൻ പോലും കഴിയുന്ന കഴിവുള്ള ആ നെറ്റിനെ കുറിച്ച് അവനെ കുടുക്കിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ വീശുവല ഇട്ട് കഴിഞ്ഞാൽ ഒരല്പനേരം ഇട്ട ആള് മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ 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 വലിച്ചു ചേർക്കുകയാണ്. അതിൻ്റെ വട്ടത്തിൽ തൂക്കമുണ്ട്. ആ തൂക്കം ചേർന്ന് കഴിഞ്ഞാൽ അതിനകത്ത്, ആ വലയ്ക്കകത്തുണ്ടായിരുന്നവരെല്ലാം അതിനകത്ത് തന്നെ കിടക്കും. വലയിട്ട മുക്കുവൻ അത് പുറത്തേക്ക് കൊണ്ടുവന്ന് കുടഞ്ഞു കുടഞ്ഞു പുള്ളി തൻ്റെ കൊട്ട നിറയ്ക്കും. അതിൽ പിടയുന്നത് ഞാനാണ്, നിങ്ങളാണ്. ഈ നെറ്റ് വഴി നമുക്ക് ഉന്നതമായ അറിവ് പങ്കുവെക്കാൻ കഴിയും.
ഈ നമുക്ക് അതിൻ്റെ അങ്ങനെ അറിവ് പങ്കുവയ്ക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളെ അടിമയാക്കുന്ന ഒരു ചിത്രവും കൂടി നമ്മുടെ മനസ്സിലുണ്ടായാൽ ഇതിൻ്റെ ബാക്കി പത്രത്തിലേക്ക് ഞാൻ പോകാം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് പഠന സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു സംഭവമാണ്. ഈ നെറ്റ് അല്ലെങ്കിൽ വെബ് ലോകത്തെ ഏറ്റവും വലിയ അപകടകാരി എന്ന് പറയുന്നത് എന്നുകൂടി നമ്മൾ അറിയാം. നെറ്റ് നമ്മളെ ഒത്തിരി തരത്തിൽ സഹായിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാണ് ഇത്. അപ്പൊ അത് നാം മനുഷ്യഗണത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുക, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ ഓരോരുത്തരും, ഒരാൾ മാത്രമല്ല, നെറ്റിനെ സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിൻ്റെ അപകട ചുഴികളിൽ നിന്ന് അകന്നു നിൽക്കാൻ മനസ്സുള്ളവരാകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ലോകം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഈ കാലത്ത് ഈ സ്മാർട്ട് ഫോൺ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, അതുപോലെ തന്നെ ഗെയിമിങ്, അതിനൊരു പ്ലാറ്റ്ഫോം തന്നെയുണ്ട്, ഓൺലൈൻ എഡ്യൂക്കേഷൻ ടൂൾസ് ഉണ്ട്. എന്നിവയിലൊക്കെ ഇങ്ങനെ വർദ്ധിച്ച് അതിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. അവിടെ കുട്ടികള് അനധികൃത വെബ്സൈറ്റുകളെ, കുട്ടികൾ പലപ്പോഴും അനധികൃത വെബ്സൈറ്റ്, അതിന് നമുക്ക് ടോർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു ടൂളാണത്. VPN, എൻസ്ക്രിപ്റ്റഡ് ചാറ്റ് ആപ്ലിക്കേഷൻ, എന്നിങ്ങനെ പല രീതിയിൽ പോകുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യനെ ആകർഷിക്കുന്നതാണ്. അപ്പോൾ മിക്കപ്പോഴും ഈ കുട്ടികളെയും യുവജനങ്ങളെയും അതിലേക്ക് നയിക്കുന്നു. മാതാപിതാക്കള്, അധ്യാപകര്, മുതിർന്നവരൊക്കെ തന്നെ ഈ യുവാക്കളെ, അവരെയും കടന്നു കൊണ്ടുപോകുന്നത് അപകടത്തിലേക്കാണ്. പലപ്പോഴും ലോകത്തെക്കുറിച്ച് ഒട്ടും ബോധവാന്മാരല്ല നമ്മുടെ യുവതലമുറ എന്ന് നമ്മൾ പറയുന്നില്ല. അവർക്ക് ശക്തമായ അറിവുണ്ട്, പക്ഷെ അനുഭവജ്ഞാനം കുറവായതുകൊണ്ട് അത് അനുഭവിക്കാനുള്ളൊരു യാത്ര കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത് അപൂർണതയിൽ നിന്നും നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമം മാത്രമാണ് ഇത്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. എന്താണ് ഈ ഡാർക്ക് വെബ്? ആർക്ക് വേണേലും പറയാം, ഒന്ന് രണ്ടു പേർക്ക് പറയാം. എന്താണ് ഡാർക്ക് വെബ്? തെറ്റും ശരിയൊന്നുമില്ല സർ, നമുക്കറിയാവുന്നത്, നമുക്ക് കിട്ടിയ ധാരണ. സാബു സാർ തന്നെ പറയൂ. സാറ് പറഞ്ഞതുപോലെ തന്നെ അതൊരു വലിയ വലയാണ്. പക്ഷേ ആളുകൾ തിരിച്ചറിയുന്നില്ല ഈ വലയിലേക്ക് വീഴുന്ന സാഹചര്യങ്ങൾ. വീണു കഴിഞ്ഞാൽ പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത. താങ്ക് യു സർ. അത് തന്നെ വീണ്ടും സാറും ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് പോകുമ്പോൾ, ഇന്റർനെറ്റ് പുകമറയിൽ നിൽക്കുന്ന ഈ നെറ്റിന്റെ ഒരു ഭാഗമാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. നമ്മുടെ മറയിലാണ് അത് നിൽക്കുന്നത്. നമ്മൾ നേരിട്ട് ചെന്നാൽ കാണാൻ പറ്റില്ല. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് തോണ്ടിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോ മറഞ്ഞു നിൽക്കുന്ന ഇന്റർനെറ്റിന്റെ ഒരു ഭാഗമാണ് ഡാർക്ക് വെബ് എന്ന് ഏറ്റവും ചുരുങ്ങിയതായിട്ട് മനസ്സിലാക്കാൻ നമുക്ക്. ഇത് സാമാന്യമായ ഒരു ഉത്തരം മാത്രമാണ്, ഞാൻ അത്രയെ കൊണ്ടുപോകുന്നു. ഇനി ഞാൻ ഗൂഗിൾ പരിധി നോക്കിയപ്പോൾ അതിലൊരു ഉത്തരം, ദ ഡാർക്ക് വെബ് as a hidden and indirected portion of the internet, relinquishing specialized software like Tor, T-O-R. It is designed for high-level anonymity. It is notorious for illegal market, hacking, stolen data. It is also serves as a secure, private and censorship-resistant platform for activity. Internet അവനെ
അതായത് ഡാർക്ക് സൈഡ്, മനുഷ്യന്റെ ഡാർക്ക് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന, ഉന്നതമായ ഒരു നിലവാരം പുലർത്തിക്കൊണ്ട് പോകുന്ന ഇന്റർനെറ്റിന്റെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഒളിഞ്ഞിരിക്കലാണ് നമ്മുടെ മുൻപിൽ. നമ്മളെ ഇറങ്ങിച്ചെന്നാൽ അവനെ കാണാൻ പറ്റില്ല. അവനെ വിളിച്ചന്വേഷിച്ച് ചില താക്കോലൊക്കെ ഉപയോഗിച്ചിട്ട് വേണം എടുക്കാൻ അവനെ. അങ്ങനെയല്ലേ വരുള്ളൂ. നമുക്ക് ഈ സ്റ്റോളൻ ഡാറ്റ പലയിടത്തുനിന്ന് കിട്ടുന്ന, നമ്മൾ കട്ടെടുത്ത, അതിന് താക്കോലുകൾ വേറെയുണ്ട്. അത്തരം സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇനി വീണ്ടും പറഞ്ഞത്, 3 തരത്തിലാണ് ഇന്റർനെറ്റ് നമ്മുടെ മുമ്പിലുള്ളത്. 1 സർഫേസ് വെബ്, 2 ഡാർക്ക് വെബ്, 3 ഡീപ്പ് വെബ്. ഞാൻ ആ ഡാർക്ക് വെബിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഈസി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബ്, ഫേസ്ബുക്ക്, വിക്കിപീഡിയ, അങ്ങനെയുള്ള ഓൺലൈൻ വാർത്താ സൈറ്റുകളുണ്ട്, പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇവയൊക്കെ നമ്മളായ ഉപഭോക്താക്കൾക്ക് നേരിൽ ചെന്ന് തൊട്ടുകൊടുത്താൽ അത് തുറന്നു കിട്ടും. അവൻ നമ്മുടെ മുമ്പിൽ തുറന്നു നിൽക്കും. അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ആദ്യത്തെ സർഫേസ്. നെറ്റിന്റെ മുകൾ വശത്ത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി കിടക്കുന്നത്. ആർക്ക് വേണേലും എടുക്കാം, ഒരു മാന്തിയാൽ മതിയാവും. അപ്പൊ ഇതിന് സത്യത്തിൽ വിനോദം, അറിവ് സമ്പാദനം, അതുപോലെ തന്നെ വിനിമയം, ഇതിനൊക്കെ വലിയ സഹായം നൽകുന്നതാണ് മോൾ തട്ടിലുള്ള വെബ് എന്ന് പറയുന്ന ഇന്റർനെറ്റിന്റെ മുകൾ വശം. ഇത് ഏതിനോട് നമുക്ക് ഉപമിക്കാന്ന് ചോദിച്ചെന്നാൽ, ഈ ഐസ് കട്ട, വലിയ ഐസ് കട്ട കടലിൽ കിടക്കുന്നത് 1/3 ഭാഗം മാത്രമേ മുകളിലുള്ളൂ. ബാക്കി 2 ഭാഗവും താഴെയാണ്. മുകളിലുള്ളതിനെ നമുക്ക് നേരിട്ട് കാണാം. അതിനാരുടെയും പ്രത്യേക പെർമിഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷെ താഴോട്ട് പോകുമ്പോഴാണ് അതിന്റെ സെക്കൻഡ് പാർട്ട് ഡാർക്ക് വെബാണ്. അടുത്തത് ഞാൻ പറഞ്ഞു ഡീപ്പ്. അത് ഡീപ് സീയിലുള്ള ഐസിന്റെ ഭാഗം തന്നെയാണ്. അങ്ങോട്ടൊക്കെ എത്തണമെങ്കിൽ അതിന് പ്രത്യേക കഴിവോ താക്കോലുകൾ ആവശ്യമാണ്. ആ താക്കോലുകൾ ഏതാണെന്ന് ഞാൻ പറയാം. പിന്നീട് 1990 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിലാണ് പാസ്വേഡ് ഉപയോഗിച്ചുള്ള സുരക്ഷിത സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡീപ്പ് വെബ് എന്ന ആശയം രൂപം കൊള്ളുകയും ചെയ്തു. ഈ ഡീപ്പ് വെബ് വന്നിട്ട് അധികം കാലമൊന്നും ആയില്ല. 1990-2000 കാലഘട്ടത്തിനിടയിലാണ് അത് വന്നത്. ഇനി നമുക്ക് ആ ഡീപ്പ് വെബ് എന്താണെന്നും കൂടി ഒന്ന് നോക്കണ്ടേ. സാധാരണ ഗൂഗിൾ, ബിങ്, യാഹൂ, ഈ ആ പേരില് സെർച്ച് എഞ്ചിന് വഴി നേരിട്ട് ലഭ്യമാകും. നമുക്കൊരു സെർച്ച് ചെയ്യാനൊരു എഞ്ചിനുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേരിട്ട് ഇന്റർനെറ്റിലേക്ക് കയറാം. അങ്ങനെ നേരിട്ട് ലഭിക്കുന്ന, സെർച്ച് എഞ്ചിൻ വഴി ലഭിക്കുന്ന ഇന്റർനെറ്റിന്റെ ഭാഗമാണ് രണ്ടാമത് പറഞ്ഞ ഡീപ്പ് വെബ്. ഇവിടെ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ, ആശുപത്രി റിപ്പോർട്ടുകൾ, സർക്കാർ രേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വിദ്യാഭ്യാസ പോർട്ടലുണ്ട്, ലോഗിന് ആവശ്യമായ വെബ്സൈറ്റുകളുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് അതിന് യൂസർ നെയിമും പാസ്വേഡും OTP, വൺ ടൈം പാസ്വേഡ്, ഈ സംഭവങ്ങളൊക്കെ അതിനോട് കൂടി ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സാധാരണക്കാരന് പാസ്വേഡ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സാധാരണക്കാരന് അതിനൊരു പാസ്വേഡ് വേണം, യൂസർ നെയിം വേണം. അത് ഉപയോഗിച്ച്, ആ താക്കോലുകൾ ഉപയോഗിച്ച് മാത്രമേ അത് തുറക്കാനായിട്ട് പറ്റൂ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഡീപ്പ് വെബ് വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതാണ് അദ്ദേഹം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. മാത്രമല്ല, സർക്കാരിന്റെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ, പെട്ടെന്ന് ഓടിയെടുക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ, അത് സംരക്ഷിക്കാനായിട്ട് വേണ്ടിയ ഡീപ്പ് വെബാണ്. ഓൺലൈൻ ബാങ്കിങ്ങിന്റെ സിസ്റ്റംസ്, അതെല്ലാം അതിനകത്താണ്. അത് UPIയും നെറ്റ് ബാങ്കിങ്, ഗൂഗിൾ ക്ലാസ് റൂമും അതുപോലുള്ള പഠന സംവിധാനങ്ങൾ സുരക്ഷിതമായി കൊണ്ടു നടക്കാനും സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഡീപ്പ് വെബിനകത്താണ് ഈ നെറ്റ് ബാങ്കിങ്, ഗൂഗിൾ ക്ലാസ് റൂംസ് എല്ലാം തന്നെ നടക്കുന്നത്. എന്നാൽ ഇത് സുരക്ഷിതമാണെങ്കിലും, അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം,
ഇത് സുരക്ഷിതമാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഡാറ്റ തെറ്റായി മറ്റൊരാളിൻ്റെ കയ്യിലെത്തിയാൽ ഹാക്കിംഗ് മൂലമോ മറ്റേതെങ്കിലും രീതിയിലോ നമ്മൾ കേൾക്കാറില്ലേ, ഓ ആ സംഭവം മുഴുവൻ ഹാക്ക് ചെയ്യപ്പെട്ടു. ആ ഹാക്കിംഗ് നടക്കും, തട്ടിപ്പറിക്കുക ചെയ്യുന്നത്. അത് നടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. ഈ ഡീപ്പ് വെബ് ഉപകാരപ്രദമാണ്, അനിവാര്യമാണ്. എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട സുരക്ഷ, സേഫ്റ്റി മെഷേഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ അവന്റെ കാര്യം പോക്കായിരിക്കും. ആ ഉത്തരവാദിത്വം നമ്മളാണ് എടുക്കേണ്ടത്. എനിക്കാണ് ഒരു ഡാറ്റ സൂക്ഷിക്കേണ്ടതെങ്കിൽ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സും ഞാൻ തന്നെയാണ് എടുക്കേണ്ടത്. അത് മറ്റൊരാൾ അറിയേണ്ടതല്ല. എന്നാൽ 2001 പ്രധാന നാഴികക്കല്ലായ ടോർ എന്നത് അതില് ദി ഓണിയൻ റൂട്ടർ എന്നാണ് പറയുന്നത്. അതിന്റെ ബാക്കി ആധികാരികത എനിക്കറിയില്ല. ടോർ എന്നാണ് അതിനെ വിളിക്കുന്നത്, ദി ഒണിയൻ റൂട്ടർ. ആ താക്കോൽ ഉപയോഗിച്ച് മാത്രമേ അത് തുറക്കാൻ ഒക്കുകയുള്ളൂ. അതുവഴി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്ക് നിഗൂഢമായ ബ്രൗസിംഗ് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഡാർക്ക് വെബ് എന്ന രഹസ്യ ലോകത്തിൽ വളരാൻ അത് സഹായിക്കുകയും ചെയ്തു. ഡാർക്ക് വെബ് ഇന്ന് അതിന്റെ ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞു പ്രവർത്തനങ്ങളിൽ. ഡാർക്ക് വെബ് എന്നത് ഒരു സാധാരണ ഇന്റർനെറ്റിൽ, അതായത് സർഫേസ് നെറ്റിൽ നേരിട്ട് കാണാൻ കഴിയാത്ത രഹസ്യവും സുരക്ഷിതവുമായ ഒരു ഭാഗമാണ്. ഇതിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞു, ടോർ എന്ന താക്കോൽ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഈ ബ്രൗസർ ടോറുണ്ട്, അത് ഒരു കീ ആണത്. അതിലെ ബ്രൗസർ പോലുള്ള പ്രത്യേക ബ്രൗസറുകൾ അത്യാവശ്യമാണതിന്. ഇത് ഉപയോഗിക്കുന്നവർക്ക് നിഗൂഢതയും സ്വകാര്യതയും ഉറപ്പാക്കുന്നു. ആ ഡാർക്ക് വെബിലേക്ക് സ്വകാര്യതയുണ്ട്, നിഗൂഢതയുണ്ട്. അത് എൻ്റെതാണെങ്കിൽ ഞാൻ സ്വന്തമായി സൂക്ഷിക്കുന്നു. എൻ്റെ കയ്യിൽ മാത്രമേ അതിന് താക്കോലുള്ളൂ. അത് ആരെങ്കിലും ഹാക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അതവൻ കോടികൾക്ക് മറിച്ച് വിൽക്കുന്നു, കാശുണ്ടാക്കുന്നത്. ബാക്കി അതിനെക്കുറിച്ച് വിട്ടേ. ഈ ഡാർക്ക് വെബ് പ്രവർത്തകർ ഉപയോഗിക്കുന്നുണ്ട്. ആരാണ് ഈ സ്വത്ത് വിട്ടത് സാധാരണ അവൻ ഡാർക്ക് പല നിന്നും സ്വതന്ത്രമായി വിവരങ്ങൾ കൈമാറുന്നതിന് സെൻസർഷിപ്പ്. ആ സെൻസർഷിപ്പിൽ നിന്ന് പോലും സത്യം പുറത്തു കൊണ്ടുവരാൻ പത്രപ്രവർത്തകൻ അവന്റെ ജീവൻ ഈ ഡാർക്ക് അവൻ അവൻ്റെതായ ഒരു സ്വകാര്യതയുണ്ട്, അവൻ അവൻ്റെതായ ഒരു കീഴുണ്ട്. അത് മറ്റൊരാൾക്ക് അറിഞ്ഞുകൂടാ. ന്യൂസ് പുറത്തു വരും, ആരും അറിയില്ല. ഇത്തരം വാർത്തകൾ ഇനി പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് രാജ്യം പറഞ്ഞാൽ നേരിട്ട് ഒരുത്തൻ പ്രതികരിച്ചാൽ ഈ പത്രപ്രവർത്തകർ സ്വന്തം ഇത്തരം കഴിയും. അവരുടെ പേരോ അഡ്രസ്സോ പുറത്തു വരില്ല. അതിനകത്തൊരു പ്രൈവസി. ജേർണലിസ്റ്റുകളാണ് ഇത് കൂടുതലായിട്ട് ആ ഭാഗങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നത് ഇന്ന് അത്രയൊന്നുമല്ല. വ്യത്യസ്തമായ മേഖലകളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. അനധികൃത ഇടപാടുകൾ, ആ വാക്കാണ് നമ്മൾ നിയമപരമായി വിളിക്കപ്പെടുമ്പോഴും അനധികൃത ഇത് പലതിനും ഉപയോഗിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം. ആ പലതിനും എന്ന് പറഞ്ഞത് മയക്കുമരുന്ന് വിൽപ്പന, കള്ളപ്പണം കൊടുക്കൽ, കുറ്റകൃത്യങ്ങൾ എല്ലാം തന്നെ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട റൂട്ടുണ്ട്, താക്കോലുണ്ട്, ശരിയാണ്. പക്ഷെ അതിലൂടെ
മനുഷ്യർ ചെയ്യുന്നത് ഇത്തരം ദുഷ്ടപ്രവർത്തനങ്ങളാണ്. മയക്കുമരുന്നിന്റെ സെയിൽസ് നടത്തുന്നത്, അതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയാൻ വിൽപ്പന നടത്തുന്നത് ഇത്തരം ഡാർക്ക് വെബിലൂടെയാണ്. കള്ളപ്പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അക്കൗണ്ട് ഇല്ലെന്ന്, കിട്ടേണ്ട ആൾക്ക് കിട്ടുന്നു, കൊടുക്കേണ്ട ആൾക്ക് മറ്റൊരു ടാക്സുകാരനും ഈ കാര്യങ്ങളില്ല. നമ്മൾ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന നമ്മൾ ഇനി അന്വേഷിക്കുന്നത് ഡാർക്ക് വെബിൽ എന്ന ഈ ചെറിയ വലിയ വില്ലനിലൂടെ എന്നാണ് ഞാൻ ചെറുതായി സൂചിപ്പിച്ചു. ഒരല്പം കൂടി വലുതായി നമുക്ക് അന്വേഷിക്കാം. എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് പോലെ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും ഏതിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും. കുറ്റകൃത്യങ്ങൾ, വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ഈ നാം ചെയ്യുന്നുണ്ട്. അതിന്റെ രീതികൾ അപകടകരമായ ഓൺലൈൻ ഡ്രഗ് ODTK, ഓൺലൈൻ ഡ്രഗ് ട്രാഫിക്കിംഗ്, അതാണ് അവരുടെ ആ കോഡ്. ഡാർക്ക് വെബ് ഇടപാട്, മയക്കുമരുന്നിന്റെ മുഖ്യ ഇടപാടുകൾ കേന്ദ്രമാണ് അത്. ഇവിടെ ആൽഫ ബേ, ഡാർക്ക് മാർക്കറ്റ് അതുപോലുള്ള മയക്കുമരുന്ന് മാർക്കറ്റ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാർക്കറ്റിലൂടെയാണ് നടക്കുന്നത്. സാധാരണ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ പോലെ തോന്നുന്ന ഇവയിൽ ഹെറോയിൻ, ഗുഡ്ക, കൊക്കെയിൻ, മരുന്നുകളാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ അത് എന്താണെന്ന് അന്വേഷിക്കാൻ നമുക്ക് നേരമില്ല. അതിന്റെ പുറത്ത് ആരാ അയച്ചിട്ടുണ്ടാവുക, വാങ്ങുകയും പണം അവിടെ എത്തുകയും അതിന് സഹായകരമായ ഒന്നാണ് ഈ ഡാർക്ക് വെബ് ഉപയോഗിക്കപ്പെടുന്നത് അതിലാണ്. ഇനി നോക്കൂ, അതിന്റെ റിപ്ലൈ പണം എത്തിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ പേരിലല്ല, ക്രിപ്റ്റോ കറൻസിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി അതിൽ ഉൾപ്പെടുന്നതാണ് ബിറ്റ് കോയിൻ. നിങ്ങൾ കേട്ടു കാണുമോ? ബിറ്റ് കോയിൻ കറൻസിയുടെ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ മോൻ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഭാഗം. അടുത്തത് ബിറ്റ് കോയിൻ ആണ്. രണ്ടാമത്തത് മെനോറോ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സുഹൃത്ത്. ഇതിന്റെ പുറകെ ഇപ്പൊ കിട്ടിയ രണ്ട് ക്രിപ്റ്റോ കറൻസി കേട്ടിട്ടുണ്ട്. അതില് ബിറ്റ് കോയിൻ സാധാരണ ഉപയോഗിക്കുന്നു. അതിന്റെ കൂടെ ഒരു മെനോറോ, അത് കോയിനാണ്. ഇവയാണ് അതിന് എന്ന് പറയുന്ന പോലത്തെ ഈ ഡാർക്ക് വെബിലൂടെ വാങ്ങൽ കൊടുക്കൽ നടക്കുന്നത് കോയിൻ. ഇത് നിയമത്തിന് കണ്ടെത്താൻ, ഈ ട്രാൻസാക്ഷൻ കണ്ടെത്താൻ പറ്റില്ല. ഈ വാങ്ങുന്നവനും വിൽക്കുന്നവനും അവന്റെ ഐഡന്റിറ്റി, അവന്റെ പുറത്താകാതെയാണ് എന്തൊക്കെയാണ് ഇൻസ്ക്രിപ്ഷൻ, ഫേക്ക്ഡ് IDs, അനോണിമസ് ഡെലിവറി പോലുള്ള രീതികൾ. ഫേക്ക് ആണല്ല, ആ ഫേക്ക്ഡ് ID ഉപയോഗിക്കുന്നുണ്ടാവും. എൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന രീതി ഉപയോഗിക്കുന്നുണ്ട്, VPN എന്ന രീതി ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൂടെ അവൻ രക്ഷപ്പെട്ടുകൊണ്ട് വാങ്ങലുകളും കൊടുക്കലുകളും നടക്കുന്നു. ഈ മയക്കുമരുന്നിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് എന്നുകൂടെ നമ്മൾ അറിയും. കോടികൾ കണക്കിന് രൂപ വിലയുള്ള എവിടെ നിന്നോ വരുന്നു, എവിടേക്ക് പോകുന്നു, ക്രിപ്റ്റോ മണി ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് നടത്തുന്നു. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ അറിയുക, ആ കോടികളുടെ
നമ്മുടെ നാടിന്റെ ഓരോ പിഞ്ചു കുഞ്ഞു നമ്മുടെ സ്ത്രീകൾ, ചെറുപ്പക്കാരായ സ്ത്രീകൾ പോലും ഇതിന്റെ കൺസ്യൂമറാണ്. ആ കൺസ്യൂമറിൽ നിന്ന് നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്ന മുലപ്പാലിന്റെ യാഥാർത്ഥ്യവും നമ്മൾ അറിയില്ല. നമ്മുടെ സമൂഹത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ അറിയാതെ പോകുന്നു. നമ്മളൊന്നും കേട്ടോ. ഇപ്പൊ മയക്കുമരുന്ന് കടത്തുന്നത് കൂടുതലും കൊറിയർ സർവീസ്, ഫേക്ക് പാക്കേജിങ്ങിലുണ്ട്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് പച്ചക്കറി അതിനകത്തെ ഇലക്കൂട്ടുകൾ കൊണ്ടുപോകുന്നതിനിടയ്ക്കായിരുന്നു ഈ സാധനം. അതെങ്ങനെ കൊടുക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് പിടിക്കപ്പെട്ട കണ്ടുപിടിക്കപ്പെട്ടു. എന്തായാലും അതും നമ്മുടെ മുമ്പിൽ ഉദാഹരണമാണ്. ഈ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ പുസ്തകത്തിന്റെ പേജിനകത്ത് അതേ കനത്തിൽ ഈ മരുന്നുകള് നമ്മുടെ മക്കളുടെ കയ്യിലോട്ട് നേരെ എത്തുന്നുണ്ട്. നമുക്കെല്ലാം പുതിയ പുതിയ സ്ഥലങ്ങളിൽ നിന്നാണ്. നമുക്കെല്ലാം ബുക്കുകളാണെങ്കിലും സാധനങ്ങളാണെങ്കിലും സൗന്ദര്യ വസ്തുക്കളാണെങ്കിലും ബുക്ക് ചെയ്യുന്നു, നമ്മൾ ഓർഡർ വരുന്നു. ഇവിടുത്തെ ഓർഡറിങ് ഈ ജാഗ്രതയിലൂടെയാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുകയാണ്, നമ്മുടെ വീട്ടിൽ കൊണ്ടെത്താൻ. അപ്പോ കഴിഞ്ഞില്ല കളിപ്പാട്ടങ്ങൾക്കകത്ത് ചാർഗുവെപ്പിന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം അഡ്രസ്സിലേക്ക് കയറി വരുന്നു. ഏത് മുറ്റത്തും അഴിച്ചിടാം. നമ്മൾ മുന്നോട്ട് കൊച്ചിന്റെ കളിപ്പാട്ടത്തെ കളിപ്പിക്കാം, പക്ഷെ അതിനകത്തുണ്ട്. അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ടിക്കറ്റാണ്, അത് നമ്മൾ മനസ്സിലാക്കും. അപ്പോ കളിക്കലുകൾ തടയാൻ ഇവിടെ പൂർണ്ണമായും മണ്ടന്മാരാണെന്നുള്ളൊരു സെൻസിലൊന്നും എടുക്കണ്ട. ഇങ്ങനെ അയക്കുന്നതിനെ പിടിക്കാൻ AI എനേബിൾഡ് പാർസൽ സ്കാനിങ് സിസ്റ്റം നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. AI-യുടെ സഹായത്തിലൂടെ സ്കാനിങ് നടത്തി അത് കണ്ടുപിടിക്കാൻ അവസ്ഥയുണ്ട്. 100 എണ്ണം പോകുമ്പോൾ 10 എണ്ണത്തിനായിരിക്കും പിടുത്തം കിട്ടുന്നത്. അവൻ ഈ വഴിയിൽ വന്നാൽ ഇവിടെ പോകും. ബുദ്ധിമാന്മാരാണ്. അപ്പോ നാർക്കോട്ടിക് ഡോസ് കോഡ് ഉണ്ട്. അതിന് സീപോർട്ട് ആൻഡ് എയർപോർട്ട് സർവീസില് സർവൈലൻസ് ഉണ്ട്, ക്യാമറ സർവൈലൻസ് ഉണ്ട്, കോവിഡ് കാലത്ത് പാർസൽ ബേസ്ഡ് ആയിരുന്നു സാധനങ്ങൾ. സ്പില്ലിംഗ് വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്, ഇന്റലിജൻസ് ബ്യൂറോ എന്നിവർ ഉന്നതല നിരീക്ഷണങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്താണ് തുടങ്ങിയത്. കാരണം മനുഷ്യര് പുറത്തിറങ്ങില്ലല്ലോ. മരത്തെ ഭയപ്പെടുന്ന മനുഷ്യനെ തൊഴില്ല. ഒരു കെട്ട് വന്നാൽ അനങ്ങില്ല, അവർക്കറിയാമായിരുന്നു. അതിലൂടെയാണ് ഇന്റർപോളും ഇതിനകത്ത് ഇടപെടാൻ തുടങ്ങി. യൂറോപോൾ, FBI, UNODC ഇത്രയും ഏജൻസികൾ, അന്താരാഷ്ട്ര ഏജൻസികളിലൂടെ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് കണക്കുകൾ. അപ്പോ ഏജൻസികൾ, ഇന്റർപോൾ പോലെയുള്ള ഇന്റർനാഷണൽ ഏജൻസികൾ സഹായിക്കുന്നു. നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ മനസ്സിൽ കാണുക, അവരുടെ സഹായം നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കായിട്ടാണ്. ഒരു വ്യക്തിയുടെ ഇതല്ല നമ്മൾ പറയും, ഒരു സമൂഹത്തിനെ മുഴുവൻ സഹായിക്കാൻ, ഒരു രാജ്യത്തെ സഹായിക്കാൻ നമ്മളോടൊപ്പം കൈകൂട്ട് നിൽക്കുന്നത്. അതിന് ഓപ്പറേഷൻ അങ്ങനെ നടത്തി ഈ ഡാർക്ക് വെബ് മാർക്കറ്റ്. അഡ്മിനിസ്ട്രേറ്റർ, സപ്ലയേഴ്സ്, ബയേഴ്സ്, ഈ 3 പേരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്ത അറസ്റ്റുകൾ തിരിച്ചറിയുന്നത് സപ്ലയേഴ്സിനെയാണ്, ബയേഴ്സിനെയാണ്,
അതുപോലെ ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആളുകളെയാണ്. ആ 3 വിഭാഗത്തെയും ഇന്റർനാഷണൽ ലെവലിലുള്ള എൻക്വയറി ഏജൻസികളുടെ സഹായത്തോടു കൂടി അതിന് വരുത്താൻ ശ്രമത്തിലാണ്. ഇപ്പം വരുത്തിയെന്നല്ല ഞാൻ പറഞ്ഞു, വരുത്താൻ ശ്രമത്തിലാണത്. ഈ 2020-ലുണ്ടായ അവസ്ഥ എന്താ? നാഷണൽ സൈബർ ഫോറൻസിക് ലാബുകൾ സ്ഥാപിച്ച് അതുമായി സംസ്ഥാനങ്ങളിൽ സ്ഥാപിച്ചത് ഇതാണ്. 2022-ലെ നാഷണൽ സൈബർ ഫോറൻസിക് ലാബ്സ് ഓരോ സംസ്ഥാനം സ്ഥാപിച്ചു. A1 ഡാറ്റ അനാലിസ്റ്റ് മുതലായവയുടെ സഹായത്തോടെ സംശയത്തോടുകൂടി പെരുമാറുന്ന ആളുകളെ കയ്യോടെ പൊക്കുന്ന അവസ്ഥ. ഒരു വ്യക്തിയുടെ യാത്രയിൽ, നടപ്പില്, ഇരിപ്പില് അവന്റെ മുഖം അത് ശ്രദ്ധിച്ചിട്ട് സംതിങ് റോങ് വിത്ത് ഹിം, അവനെ കയ്യോടെ പൊക്കിക്കൊണ്ടു പോകാനുള്ള അവസ്ഥയും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി വാലറ്ററീസ് ഇന്ത്യൻ മണി അല്ല കൊണ്ടുവന്നത്, ക്രിപ്റ്റോ മണിയാണ്. ആ ക്രിപ്റ്റോ മണി പോകുന്ന വാലറ്റ്സ് പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് വേണമല്ലോ പോകാൻ. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കണ്ടേ? അവരെയും ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ലോകത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ഈ ഇന്റലിജൻസ് ടീം ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ അതിന്റെ വളർച്ചയ്ക്ക് ഇപ്പൊ കുറച്ച് വിഘാതം വന്നിട്ടുണ്ട്. നിർബാധം വന്നുകൊണ്ടിരുന്ന സാധനം ഇപ്പൊ അത് തടയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് ഡാർക്ക് വെബ് എന്താണെന്ന് ചെറുതായിട്ട് പറഞ്ഞു, അത് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്, അതിനാണ് വരുന്നത്. ഇന്ത്യ മഹാരാജ്യം മാത്രമാണ്. അതിന്റെ പുറത്തെ രാജ്യങ്ങൾ പലതും തലറ്റി വീഴാനുള്ള കാരണവും അതാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ സുലഭമായി കൊടുത്ത് ആ നാടുകളെ തകർത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെയൊരു പിടുത്തവും ഇങ്ങനെയൊരു തടസ്സവും വന്നുകൂടിയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ കണ്ടത് ഈ പ്രധാനപ്പെട്ട ഒന്നാണ് നിത്യമായ മനുഷ്യക്കടത്ത്. നമ്മൾ ചിന്തിക്കണം, അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒന്ന് കൊണ്ടുവരണം. ഈ നീചമായ മനുഷ്യക്കടത്ത്, ആ കടത്തപ്പെട്ട് വരുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ്, അതിനെക്കുറിച്ച് ഈ മനുഷ്യക്കടത്തിന്റെ രൂപങ്ങൾ പലതാണ്. കുട്ടികളെ വേശ്യാവൃത്തിക്കാണ്. 6 വയസ്സ് മുതലുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കൊണ്ടുപോകും. പ്രായമായ യുവതികളെ കൊണ്ടുപോകുന്നു. ഒരുവിധം പ്രായമായ അമ്മമാരെ കടത്തുപോകുന്നു. മനുഷ്യക്കടത്തിന്റെ എണ്ണത്തിൽ ഉള്ളതാണ് അത്. നിങ്ങൾ വീണ്ടും ആലോചിക്കുക. വേശ്യാവൃത്തിയുടെ ഒരു വശം അവിടെ കിടക്കട്ടെ. നോക്കൂ, അവയവ വിൽപ്പനയാണ് അതിന്റെ പുറകിൽ മറ്റൊരു കഥ. ഒരു ഹൃദയമാറ്റത്തിന്, കൈമാറ്റത്തിന് ഇവിടുന്ന് മനുഷ്യക്കടത്തിലെ ഒരു വ്യക്തിയുടെ ഹൃദയം എടുത്ത് അയാൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന കോടികൾ, ഈ ഹൃദയം എടുത്ത മനുഷ്യന്റെ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ പ്രേതങ്ങളെയാണ് പിന്നെ ലോകം എങ്ങോട്ടോ വലിച്ചെറിയും. അറിഞ്ഞുകൂടാ. മനുഷ്യക്കടത്തിന്റെ ഭീകരതയെ കുറിച്ച് ഞാൻ പറഞ്ഞു. കുട്ടികളെ ഉപയോഗിച്ച് ചൈൽഡ് പോർണോഗ്രാഫി, അത് മറ്റൊരു ദുരന്തമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിക്കും, എൻ്റെ മകൻ, എൻ്റെ കുടുംബത്തിൽ ചുറ്റുമുള്ള ചിലരിലൊക്കെ ഉണ്ടാവുന്ന അവസ്ഥ, അത് നമുക്ക് നേരിട്ട് കാണാൻ പോലും കേൾക്കാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ നീചത്വം ചെയ്യാൻ മനുഷ്യന്റെ കോലം കെട്ടിയ ചെയ്യുന്നത് ഈ വെബിലൂടെയാണ്. ഈ ഡാർക്ക് വെബിലൂടെയാണ് ഇവരിത് ചെയ്യുന്നത്.
പോർണോഗ്രാഫി ഇന്റർനാഷണൽ റേറ്റ് വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ പോക്സോ നിയമം കൊണ്ടുവന്ന് ഒത്തിരി തടയപ്പെടലുകൾ ഉണ്ടായെങ്കിലും ആവശ്യക്കാരൊത്തിരിയാണ്. അതിന്റെ ആവശ്യക്കാരൊത്തിരി ആയതുകൊണ്ട് പിടിക്കപ്പെട്ടു എന്ന് ഉറപ്പെങ്കിൽ പോലും പ്രവൃത്തി ചെയ്യാതിരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ആലോചിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യക്കും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പുറത്ത് അതുപോലെ നടക്കുന്നു. ഞാൻ ഇന്ത്യയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ചൈൽഡ് പോർണോഗ്രഫി അല്ലെങ്കിൽ ഫോണോഗ്രഫിയെ കുറിച്ച് ഒക്കെ ഈ ന്യൂജൻ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകിച്ച് മക്കൾ ആരെങ്കിലും ഉണ്ട് എന്നോട് ക്ഷമിക്കൂ, അങ്ങനെ പറയാതെ ആ വയസ്സിനെ കുറിച്ച് പറയാൻ എനിക്ക് പറ്റില്ല. നിസ്സാരമാണ്. ഓ, ഇവൻ കണ്ടു മടുത്ത് കിടക്കുക. അപ്പോ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നീട്ടിക്കൊണ്ടുപോകും. ഈ മനുഷ്യൻ ഏതൊക്കെ രീതിയിലാണ് അത് പുറകെ വരും, അതിനുള്ള സാഹചര്യം എന്താണ് ഞാൻ പുറകെ പറയാം. ഇതിനും ഉപയോഗിക്കുന്ന സാമ്പത്തിക അടവ് രൂപയിലല്ല, ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസിയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ഈ കറൻസിയുടെ വരവ് എവിടുന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഒരാളെ ചേഞ്ച് ചെയ്താൽ അയാൾക്ക് ചേഞ്ച് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന പണം ക്രിപ്റ്റോ കറൻസിയാണ്, ബിറ്റ്കോയിൻ ആണ്, അല്ലെങ്കിൽ മൊണോറോ ആണ്. അവൻ അത് പിന്നീട് രൂപയാക്കി മാറ്റും. എവിടെയാണ് മാറ്റിയില്ലെങ്കിൽ പോലും അവന്റെ മറ്റൊരു ആവശ്യത്തിന് ഈ ബിറ്റ്കോയിൻ ആണ് ഉപയോഗിക്കുന്നത്, ഈ ക്രിപ്റ്റോ കറൻസിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പോലും പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അപ്പൊ അങ്ങനെ ഈ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുമ്പോൾ അവര് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്, വളരെയേറെ ബുദ്ധിമുട്ടാണ് അവരെ തിരിച്ചറിയാൻ എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇവിടെ എന്നെ കേൾക്കുന്നുണ്ടോ സാർ? ഹലോ, കേൾക്കാം സാർ, വീഡിയോ ഓഫ് ചെയ്ത്. ഓക്കെ. അത്യാവശ്യമാണെങ്കിൽ ചെയ്യാട്ടോ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തു. ഓക്കെ, ഓഫ് ചെയ്തോളൂ സാർ, നോ വറി. ഞാൻ പെട്ടെന്ന് ചേഞ്ച് വന്നപ്പോ. ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണ്, കുഴപ്പമില്ല. അത് ഓഫ് ചെയ്തോളൂ സാർ, എന്റെ വീഡിയോ ഓഫ് ചെയ്തോളൂ. പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്തോളാം, സാറ് കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? ഹലോ, ക്ലിയർ ആണ്. ശരി. ഞാൻ പറഞ്ഞു കൊണ്ടുപോയാലൊന്നും വിട്ടുപോയില്ല, കേൾക്കാതെ പോയില്ല എന്ന് വിചാരിക്കാം. ഇടയ്ക്ക് വിട്ടുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്ത വോയിസ് കറക്റ്റ്. ഓക്കെ. അപ്പൊ ഈ മനുഷ്യക്കടത്തിൽ, നീചമായ ഈ മനുഷ്യക്കടത്ത് പല രൂപത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇത്രയും ആളുകളെയാണ് ഇത്തരത്തിലുള്ള ആളുകളെയാണ് അവർ കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന ആളുകളെ ഉപയോഗിക്കുന്ന രീതിയും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഈ കുട്ടികളെയും ഈ ചെറുപ്പക്കാരെയും കൊണ്ടുപോയി വിവിധ ജോലികളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നവർക്ക് കിട്ടുന്ന വരുമാനവും ഇതെല്ലാം ബിറ്റ്കോയിനുകളിലൂടെയാണ്, ക്രിപ്റ്റോ കോയിനിലൂടെയാണ്. അതുകൊണ്ട് ഐഡന്റിറ്റി പിടിച്ചെടുക്കാനായിട്ട് കഴിയുന്നില്ല. ഇനി ഇവരെ എങ്ങനെയാണ് ഈ മനുഷ്യക്കടത്തിലേക്ക് ഇതുങ്ങളെ എത്തിക്കുന്നത്? വ്യാജ ജോലി വാഗ്ദാനം ചെയ്ത് വിദേശത്തേക്ക് കൊണ്ടുപോയി ഓൺലൈൻ ഗ്രൂമിങ് വഴിയാണ് ഇവരെ വ്യാജ ജോലി, ഇത്ര ലക്ഷങ്ങൾ മാസവരുമാനമുള്ള ജോലിക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന എല്ലാവരെയും ഓൺലൈൻ ഗ്രൂമിങ്ങിലൂടെ ഒന്നാക്കി ആ വലിയ വലയിലേക്ക് എടുത്തെറിയുകയാണ്. പിന്നെ തിരിച്ചു കയറാൻ കഴിയില്ല. അപ്പോൾ ആ ഓൺലൈൻ ഗ്രൂമിങ് വഴിയാണ് നമ്മൾ പറഞ്ഞ വലയിലേക്ക് അവർ സ്വയം എടുത്തു ചാടപ്പെടുന്നത്. രക്ഷപ്പെടാൻ സാധ്യമാവില്ല. വളരെ പ്രധാനപ്പെട്ട സങ്കടകരമായ, മനുഷ്യനെ വിൽക്കുന്നു അവന്റെ അവയവങ്ങൾക്കായി, അവനെ ഉപയോഗിക്കുന്നതിനായി. അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെയൊക്കെ മനസ്സൊന്ന് തിരിയണേ എന്നാണ്, അതിൻ്റെ അറിവിലേക്ക് നമ്മുടെ മനസ്സൊന്ന് ഉയരണമേ, അതാണ് എൻ്റെ ആഗ്രഹം.
മൂന്നാമത്തെ പ്രധാനപ്പെട്ട ദുരന്തം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ് ഈ ഡാർക്ക് വെബിലൂടെ നടത്തുന്നത്. മറ്റൊന്നുമല്ല, സൈബർ ഭീകരവാദം, സൈബർ ടെററിസം. സൈബർ ടെററിസം ഉൽപാദനകരമല്ലാത്ത, ജനങ്ങളെ തമ്മിൽ വഴക്കടിപ്പിക്കാൻ സഹായിക്കുന്ന, രാജ്യങ്ങളെ തമ്മിൽ വഴക്കടിപ്പിക്കാൻ സഹായിക്കുന്ന, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സഹായമൊരുക്കുന്ന ഭീകരവാദം. ആ ഭീകരവാദത്തെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ ഡാർക്ക് വെബിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഡാർക്ക് വെബുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഏറ്റവും അപകടകരമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് സൈബർ ടെററിസം, ഭീകരവാദം. നമ്മൾ പറയില്ലേ, ഈ വിഭാഗം ഏതാണ്? അവരെ ട്രെയിൻ ചെയ്തെടുത്തു. ആ ട്രെയിൻ ചെയ്തെടുത്ത വിഭാഗം എവിടെ നിന്നാണ് തുടങ്ങിയത് അറിഞ്ഞുകൂടാ. ഇന്ത്യക്ക് അകത്തുള്ളവരാണോ അറിഞ്ഞുകൂടാ. പക്ഷെ ഭീകരർ വളരുന്നു. കാശ്മീർ ഭീകരർ ഏതാണ്ട് ഒതുങ്ങിയപ്പോ വിചാരിച്ചു ഭീകരവാദം ഇവിടെ അവസാനിച്ചു. ഇല്ല, പുതിയ രാഷ്ട്രത്തിന് വേണ്ടി, ഇന്ത്യയെ വെട്ടിമുറിക്കുന്നതിന് വേണ്ടി ഭീകരവാദത്തിന്റെ അലയൊലികൾ അവിടെയും ഇവിടെയും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ജാതി വ്യവസ്ഥ, മതത്തിന്റെ സ്പർദ്ധ, മനുഷ്യ സ്നേഹം എവിടെ ചേർന്ന് നിൽക്കുന്നു അവിടെ എന്തെങ്കിലും ഒരു വാദം ഇട്ടുകൊണ്ട് അത് തകർക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. നമ്മൾ ഒരേ രീതിയിൽ വളർന്നു മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയാത്ത ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്. അവിടെയാണ് അവർ പുത്തൻ വേരുകൾ, പുത്തൻ വിത്തുകൾ അവിടെ കുത്തിയിട്ട് നമ്മുടെ സമാധാനത്തെ തകർക്കുന്നത്. അപ്പോ ഈ സൈബർ ഭീകരവാദത്തെ കുറിച്ച്, ഡാർക്ക് വെബുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതിൽ ഏറ്റവും അപകടകരമാണെന്ന് പറഞ്ഞു ഈ സൈബർ വെബ്, ഇന്റർനെറ്റ്, ഡാർക്ക് വെബ്. അതിലൂടെ ഹാക്കിംഗ് ഉപകരണങ്ങൾ, മാൽവെയർ, റാൻസം വെയർ, സ്പൈവെയർ, ഇതാണ് അവരുടെ താക്കോലുകൾ. അവരുടെ സ്വന്തം താക്കോലുകൾ സ്പൈവെയറുകളാണ്. ഈ രാജ്യത്തിലെ സ്പൈ വർക്ക് നടത്തുന്നത് സാധാരണക്കാരനല്ല, മറ്റു രാജ്യത്തെ ഉന്നത രീതിയിൽ സഞ്ചരിക്കുന്നവനാണ്. അവൻ ഈ സ്പൈവെയർ പോലെയുള്ള താക്കോലുകൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? രാജ്യത്തിന്റെ സുരക്ഷിതത്വം താറുമാറാകുന്നു. രാജ്യത്തെ ജനങ്ങളുടെ ആത്മാഭിമാനം മുറിയുന്നു. അവിടെ പരസ്പരം വഴക്കാക്കി അസമാധാനത്തിന്റെ കൊടുങ്കാറ്റാണ് ഈ ഭീകരവാദത്തിലൂടെ ഇവിടെ വിടുന്നത്. നമ്മുടെ സംവിധാനങ്ങൾ, സുരക്ഷയുള്ള സംവിധാനങ്ങൾ, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി, റെയിൽവേ, പ്രതിരോധം, ഇവിടെയൊക്കെ ഈ ഭീകരവാദം കയറിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒരു രാജ്യം കത്തിയാക്കുന്നത് നമുക്ക് കാണാം. അതിന്റെ പൊട്ടലും ചീറ്റലുകളുമായി ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കാണാനായിട്ടും കേൾക്കാനായിട്ടും വാർത്തകളിലൂടെ നമുക്ക് അറിയുന്നത്. അപ്പൊ അവിടെയാണ് ഈ സൈബർ ഭീകരവാദത്തിന്റെ പ്രത്യേകത. ഈ സാധാരണ സൈബർ കാര്യം സാമ്പത്തിക ലാഭത്തിന്റെയാണ്. സാധാരണയായിട്ടൊരു സൈബർ പ്രശ്നങ്ങൾ നടക്കുന്നത് കുറച്ച് സമ്പത്തിന്റെ ട്രാൻസാക്ഷന് വേണ്ടിയാണ് എങ്കിൽ, ഈ ഭീകരവാദം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഭീകരവാദ ആ തലത്തില് രാജ്യതലത്തിൽ കലം അസ്ഥമായ രാഷ്ട്രീയ സന്ദർഭങ്ങൾ സൃഷ്ടിക്കാനാണ് അവരുടെ ലക്ഷ്യം. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. രാജ്യത്തിൽ ഭീകരവാദം കുത്തിയിട്ട് അത് പൊട്ടിത്തെറിച്ച് രാജ്യത്തിന്റെ സുരക്ഷ, സ്വസ്ഥത, വിശ്വാസമായിട്ടാണ് ഈ ഭീകരവാദത്തിന്റെ പുറകിൽ കളിക്കുന്നവർ കളിക്കുന്നത്. ഈ പ്രവൃത്തികളില് പ്രധാനമായ ഇടപെടുന്നത് ഭീകര സംഘടനകളാണ്. ഒരു പൊട്ടിത്തെറി കഴിയുമ്പോഴാണ് ഒരു സംഘടനയുടെ പേര് പുറത്തു വരുന്നത്. അതുവരെ നമ്മൾ അറിയുന്നില്ല. നമ്മുടെ കൂടെ നടന്നവരാണ്, കൂടെ ഇരുന്നവരാണ്, കൂടെ സഞ്ചരിച്ചവരാണ്. രാജ്യാന്തര ഹാക്കേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. വിദ്വേഷ ആശയങ്ങൾ പരത്തുന്ന IT വിദഗ്ധന്മാർ നമ്മുടെ ഇടയിലുണ്ട്. സൈബർ മിലിറ്റൻസ് നമ്മുടെ ഇടയിലുണ്ട്. ഈ സംഘങ്ങള് കടകട പോലെയുള്ള സംഘങ്ങൾ
അതിന്റെ എക്സ്പ്ലനേഷൻ എനിക്ക് അറിയില്ല. കടകട എന്നാണ് അവരെ വിളിക്കുന്നത്. പൊട്ടിത്തെറിക്കുന്ന സംഘങ്ങളാണ്. ഡാർക്ക് വെബ് ഉപയോഗിച്ച് ആഗോള റിക്രൂട്ട്മെന്റ് നടത്തിയതിന്റെ തെളിവുകളും പലരും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് മാത്രമല്ല ഇതുപോലുള്ളത്, ലോകരാഷ്ട്രങ്ങളിൽ പലരിലും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ അളവ് വളരെ കുറവാണെന്ന്. സർ, വീണ്ടും ഈ നമ്മൾക്ക് ഹോക്കിംഗ് സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഹോക്കിംഗ് ക്ലബിന്റെ വിവരങ്ങൾ ചോർത്തി നമുക്ക് തരുന്ന സേവനമാണ്. ഒരു പണിക്കാരൻ തെങ്ങിന്റെ കുഴിയെടുത്ത് നമുക്ക് കുഴിയെടുക്കാനും തെങ്ങ് വെക്കാനുമുള്ള സേവനം തരുന്നത് പോലെ ഹോക്കിംഗ് സേവനം പറയുന്നത് രാജ്യത്തിന്റെ ഭാഗത്തെ വിവരങ്ങൾ പൂർണ്ണമായും നിങ്ങളിൽ എത്തിക്കാൻ, അടുത്തവനിലേക്ക് എത്തിക്കാൻ, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ, അതിന്റെ വിവരങ്ങൾ എത്തിക്കാൻ ഹോക്കിംഗ് നടത്താറുണ്ട്. അപ്പൊ ഈ ഹോക്കിംഗ് പ്രവർത്തനം ഈ ഡാർക്ക് വെബിലൂടെയാണ് നടത്തുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുന്നത്. മറ്റുള്ളവന്റെ ബാങ്ക് അക്കൗണ്ട് മനസ്സിലാക്കിയിട്ട് അവനറിയാതെ ഒരു സുപ്രഭാതത്തിൽ അവനെ നിസ്വനാക്കുന്ന അവസ്ഥ, ഒരു കമ്പനിയെ നിസ്വനാക്കുന്ന അവസ്ഥ, രാജ്യത്തെ വട്ടപൂജ്യമാക്കുന്ന അവസ്ഥ എടുക്കുന്നുണ്ട്. ആളുകൾ ആ മണി കിട്ടിക്കഴിയുമ്പോൾ പാസ് ചെയ്തിരിക്കും, കിട്ടേണ്ടത് കിട്ടിയിരിക്കും. നാം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ദുരന്തങ്ങൾ അനുഭവിക്കാൻ നമ്മൾ തയ്യാറായിരിക്കുക. അപ്പൊ വ്യക്തികളുടെ ജീവിതത്തിൽ ഇടപെടുന്നു ഇവർ. അവരുടെ വീണ്ടും കുടുംബ തകർച്ചയ്ക്ക് പറ്റിയത് ഈ സ്വകാര്യ കുടുംബ ജീവിതത്തിന്റെ ബാക്കിപത്രങ്ങൾ ചോർന്നു പോകുന്നു. ആ വിവരങ്ങൾ ചോർന്നു പോകുന്നു. അതുവഴി പലപ്പോഴും ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിലെ പത്രം ഇന്നത്തെ മനോരമയാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളെ കിടപ്പറയ രംഗങ്ങൾ ഇവന്റെ ക്യാമറയിലൂടെ അത് അവൻ വിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്വകാര്യതയിൽ ഇരിക്കുന്ന വസ്തുതകൾ അവൻ നമ്മളറിയാതെ സ്ഥാപിച്ച ക്യാമറയിലൂടെ മറ്റിടങ്ങളിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ എന്തോ ആണ് അതിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. പിടിച്ചു, കേരളത്തിലുള്ള ഒരു ടീമിനെ പിടിച്ചു. നമ്മുടെ കഷ്ടപ്പാടുകൾക്കിടയിൽ നമ്മൾ വന്ന് കിടന്നുറങ്ങുകയാണ്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. രാവിലെ വീട് പൂട്ടി ഇറങ്ങുന്നവൻ രാത്രി കയറി വരുമ്പോൾ വീടിന് ചുറ്റും ടോർച്ചടിച്ച് നോക്കുന്നില്ല. അവന് നേരത്തെ ഒന്ന് കിടന്നുറങ്ങി നേരത്തെ എഴുന്നേക്കണമേ ഈശ്വര എന്ന ചിന്തയിലാണ്. അവന്റെ സ്വകാര്യത ചന്തയിൽ വിൽക്കാൻ കിട്ടുന്നു എന്ന് പറയുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. അതിൽ 1-2 പേരെ ഇന്ന് പിടിച്ചിട്ടുണ്ട്. ഇവൻ എന്താ ചെയ്യുന്നത്? ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ഇത്ര ലക്ഷം തന്നാൽ ഇത് അവന് തിരിച്ചു കാണിച്ചു കൊടുക്കുക. നിങ്ങൾ തന്നെയാണല്ലോ ഇത്, ഞാനിത് പുറത്തു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഡാർക്ക് വെബ് നമ്മളെ സഹായിക്കുന്നു. ഇനി 6ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സമയം നീണ്ടു, ഒരു 10 മിനിറ്റ് വേണ്ട, കഴിഞ്ഞു. ഞാൻ എൻ്റെ സമയം 8 മണിക്ക് തീർക്കണം തന്നെയായിരുന്നു. ഓക്കെ സർ, അടുത്ത പോയിന്റ് തട്ടിപ്പ്, ഫ്രോഡ് ആൻഡ് സ്കാം. തട്ടിപ്പ് നിങ്ങൾക്കിപ്പോ അറിയാമല്ലോ. വെർച്വൽ അറസ്റ്റ് അത് വലിയൊരു ഫൗൾ പ്ലേ ആണ്. വെർച്വൽ അറസ്റ്റ്, കള്ളപ്പണം കയ്യിലുള്ളവനാണെന്ന് മനസ്സിലായാൽ അവനെ നിമിഷ നേരം കൊണ്ട് വെർച്വൽ അറസ്റ്റ് എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത് ഇവർ കൊടുക്കുന്ന അക്കൗണ്ടിലേക്ക് അവരാവശ്യപ്പെടുന്ന പണം അയച്ച് ഇവൻ പൂജ്യനാകുമ്പോൾ മനസ്സിലാകും ഇതൊരു കള്ള അറസ്റ്റ് ആയിരുന്നു എന്ന്. ഇപ്പൊ അതിന് ബോധവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകളെ വഞ്ചനയിലൂടെ തെറ്റിദ്ധരിപ്പിച്ച്
അവരുടെ പണം, സ്വത്ത് വിവരങ്ങൾ, അതും അല്ലെങ്കിൽ അവകാശങ്ങൾ അനധികൃതമായി കൈക്കലാക്കുന്ന രീതിയാണ്. ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഫോൺ കോൾ, വ്യാജ സന്ദേശങ്ങൾ, ഇമെയിൽ, സോഷ്യൽ മീഡിയ, ഫേക്ക് വെബ്സൈറ്റുകൾ എന്നിവ ഇത്തരം തട്ടിപ്പുകൾക്ക് വ്യാപകമായി നടക്കുന്നു. അവിടെയും ഇവർ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസി തന്നെയാണ്. ഇവിടെ മണി ലോണ്ടർ എന്നൊരു സംഭവമുണ്ട്. ഡാർക്ക് വെബിലൂടെ നടക്കുന്ന ക്രിപ്റ്റോ കറൻസി മണി ലോണ്ടറിങ് ആണ്. മണി ലോണ്ടറിങ് എന്ന് കേട്ടാൽ ഈ ക്രിപ്റ്റോ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് മണി ലോണ്ടറിങ്. ലോട്ടറി സമ്മാനം, ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ്സ്, ഓൺലൈൻ ജോലി നിക്ഷേപ അവസരങ്ങൾ തുടങ്ങിയ പേരുകളിൽ ആളുകളെ വലയിലാക്കുന്ന സാധാരണ രീതിയാണ്. ഇത് നമ്മുടെ വിശ്വാസം നേടി തട്ടിപ്പുകൾ പ്രവർത്തിക്കുന്നു. നമ്മൾ പറയില്ലേ, വിശ്വാസം അതല്ലേ എല്ലാം. ആ ചോദ്യം പ്രസക്തമാകുന്നത് നാം സ്വയം തട്ടിപ്പിനിരയാകുമ്പോഴാണ്. അതിനാൽ സാധാരണ ജനങ്ങൾ എളുപ്പത്തിൽ ഇരകളാവുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആദ്യകാലത്ത് നമ്മൾ ഇരയായത്? ആട്, മാട്, മാഞ്ചിയം, തേക്ക്. ഈ മലയാളിക്ക് ഒരു കുഴപ്പമുണ്ട്. എത്ര തവണ തട്ടിപ്പിന് ഇരയായാലും പുതിയൊരു രൂപം കണ്ടാൽ അവൻ വിടില്ല. അവൻ ആ തട്ടിപ്പിലേക്ക് എന്നെയും ചേർക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോകും. അനധികൃതമായി സമ്പാദിച്ച പണം നിയമപരമാണെന്ന് തോന്നിക്കാൻ പണത്തെ പല ഇടപാടുകളിലൂടെ മാറ്റുന്ന രീതിയാണ് അന്ന്. ഇന്നത് മണി ലോണ്ടറിങ് എന്ന് വിളിക്കുന്നു. കോടികൾ കളഞ്ഞു കുളിച്ച മലയാളികൾ. ഡിജിറ്റൽ അറസ്റ്റ് ഒരു പ്രധാന ഉദാഹരണം. അനധികൃതമായി പണം സമ്പാദിച്ച അത് വെളുപ്പിക്കാൻ കിട്ടുന്ന സമയത്തിന് മുമ്പ് പിടിക്കപ്പെടുന്നു. മണി ട്രാൻസ്ഫർ ചെയ്യാൻ മാർഗമുണ്ടോ? മണി ലോണ്ടറിങ് നഷ്ടപ്പെടുന്നത് അയച്ചത് മൊത്തമായിരിക്കും. ഈ അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ്സ്, ഓൺലൈൻ ലോകത്തിൽ സാധാരണ സെർച്ച് എഞ്ചിനുകളിൽ കാണാത്ത രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു പരിസരം, ഒരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റവും മാർക്കറ്റ് നമുക്കുണ്ട്. ആ മാർക്കറ്റില് ഡാർക്ക് വെബ്, ടോർ ബ്രൗസർ, VPN, നേരത്തെ പറഞ്ഞ രീതികള്, സെർവർ, എൻസ്ക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ, ഇതിലൂടെയൊക്കെ നമ്മളെ അവരുമായി അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ വിദ്യാസമ്പന്നരായ മലയാളി സമൂഹത്തിന് പണത്തോടുള്ള ആസക്തി, അനധികൃതമായ ആസക്തി, സ്വയം സുഖം തേടി ആ സുഖത്തോടുള്ള ആസക്തി, അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ ഡാർക്ക് വെബിലെ മിടുക്കന്മാർ ഇത് മനസ്സിലാക്കി നമ്മളെ ഉപയോഗിക്കുന്നു, നമ്മളെ കമഴ്ത്തിക്കിടത്തുന്നു. ഈ മാർക്കറ്റുകളിൽ നിയമവിരുദ്ധമായി പല വസ്തുക്കളും, അനധികൃത ആയുധങ്ങൾ, മയക്കുമരുന്ന്, അനധികൃതമായ ആയുധ കച്ചവടം നടക്കുന്നത് ഡാർക്ക് വെബിന്റെ സഹായത്തോടു കൂടിയാണ്. മാർക്കറ്റുകൾ, ഈ അനധികൃത മാർക്കറ്റ് അത് ക്രിപ്റ്റോ മണി ട്രാൻസാക്ട് ചെയ്യുന്നു. അതിലൂടെ ആയുധവും മയക്കുമരുത്തും പെണ്ണും കുട്ടികളെ എല്ലാവരെയും അവയവങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും. ഈ കഥകളാണ് ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് ഇപ്പോഴല്ല, ഇനി അടുത്തൊരു ദിവസം ക്ലാസ്സിന് അദ്ദേഹം എന്നെ അറിയിക്കുമ്പം ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടെ സീരിയസ് ആയ കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം. ഇപ്പം എൻ്റെ നന്ദി സാബു സാറിനോടും എന്നെ കേട്ട എല്ലാവരോടും അറിയിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ ഞാൻ നിർത്തുകയാണ്. സാബു സാറ് ഡ്രൈവിങ്ങിലാണെന്ന് എനിക്കറിയാം. ആർക്കെങ്കിലും സാബു സാർക്ക്? ഓക്കെ. സാർ വളരെ തന്മയത്വത്തോടെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയായിരുന്നു. 3 പ്രധാനപ്പെട്ട ഏരിയകളാണ് സാർ സംസാരിച്ചത്. 3 ഏരിയകളും തീർച്ചയായിട്ടും ഒരു പൊതുജനം എന്ന നിലയിൽ പലപ്പോഴും അത് അറിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടുപോകുന്ന ഒരു വ്യക്തിയാണ് സത്യത്തിൽ അത് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്.
സാധാരണക്കാർ, ഇപ്പൊ നമ്മളെല്ലാവരും ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാ, പലപ്പോഴും ഇതിന്റെ അകത്തുള്ള ചതിക്കുഴികളെ കുറിച്ച് അറിയുന്നില്ല. അപ്പൊ സാർ ഏറ്റവും അവസാനം പറഞ്ഞ വെർച്വൽ അറസ്റ്റ് എത്രയോ പ്രാവശ്യം പത്രത്തിലും മാധ്യമങ്ങളിലും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞത് വെറും തട്ടിപ്പാണ്. പക്ഷെ എന്നിട്ടും ഇന്നലെ പോലും അതിൻ്റെ അകത്ത് പെട്ടുപോകുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടതാണ്. ഇവിടെയാണ് ഇതിന്റെ ആ മാസ്മരികത എന്ന് പറയുന്നത്. കാരണം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ്. അവർക്ക് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മളെയും ട്രാപ്പ് ചെയ്യാൻ പറ്റും. എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ പോലും അറിയാതെ അവരുടെ വലയിൽ പെട്ടു പോകും. ആ വലയാണ് ശരിക്കും ഈ ഇരുണ്ട വല എന്ന് പറയുന്നത്. സാർ അതിന്റെ ഒരു ലെവലും കൂടെ കൂട്ടിയാണ് പറഞ്ഞത്. ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത അന്തർധാരയിലുള്ള ഒരു നെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ചുറ്റും നെറ്റിന്റെ പാട്ടാണെങ്കിലും അങ്ങനെയുള്ള നെറ്റുകളിൽ നമ്മൾ ചെന്ന് പെടുന്നില്ല എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാം. എങ്കിലും ഈ വിവരം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ചുരുക്കം ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഒരു പക്ഷേ വ്യക്തിപരമായി നമ്മൾക്ക് അതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽസ് കിട്ടാനുള്ള സാധ്യതകളില്ല. ഒരുപക്ഷെ അതിൻ്റെ വ്യക്തിമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. പക്ഷേ ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ലേനൻ സാറ് കേട്ടു. സാർ സംസാരിച്ച് നമ്മളോട്. സാറിന്റെ വീഡിയോ അൺമ്യൂട്ട് ചെയ്തോ കേട്ടോ, വീഡിയോ ഓൺ ചെയ്തോ. ലേനൻ സാറിന്റെ വീഡിയോ ഓൺ ചെയ്തു. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ അടുത്ത അധ്യായത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും എന്നുള്ളത് വേണം ചിന്തിക്കാൻ. ഓക്കെ. ഇനി ഇതിനെക്കുറിച്ചും ഇങ്ങനെയുള്ള അനുഭവങ്ങളെക്കുറിച്ചും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ലേനൻ സാർ പറഞ്ഞത് വലിയൊരു തിയറിയാണ്. തിയറിയുടെ താഴെ ഒരു വലിയ പ്രായോഗിക വശമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവർക്കും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകണമെന്നില്ല, പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളുള്ള സാഹചര്യങ്ങളുമുണ്ട്. ആർക്കെങ്കിലും കുഞ്ഞായി മാസ്റ്റർ, റോയ്സ് സാർ, ജോർജ് സാർ, ദീപാമ്മ, ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സാർ അതിന്റെ അടുത്ത ഇതിലെ സാർ എന്താ പറയുന്നത്? ഇതിന്റെ അടുത്ത ഭാഗത്ത് കേൾക്കാവോ? റേഞ്ചിന് പ്രശ്നമുണ്ടോ? ജോർജ് സാർ. താങ്ക് യു സാറേ, ഒത്തിരി ഹോംവർക്ക് ചെയ്തു, കഷ്ടപ്പെട്ടു അല്ലേ? എന്തുമാത്രം ഡേറ്റാസാ കളക്ട് ചെയ്തത്. കുറെ അധികം പഠിച്ചു നടന്ന കാലത്തൊന്നും ഒരുപക്ഷെ ഇത്രയും പഠിപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. സാറേ, എത്ര സത്യമാണല്ലേ. നമ്മുടെ നാട്ടില്, നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപക്ഷെ നമ്മൾ നിത്യേന കാണുന്ന പലരും ഈ കുഴിയിൽ പെട്ടിട്ടുണ്ടാകാമെന്ന പറയണത്. പെട്ടെന്നൊന്നും അറിയില്ല പോലും, തിരിച്ചറിയാൻ സമയമെടുക്കും. അവരും കുഴിയിൽ പെട്ട് കിടക്കുന്നു. നമ്മൾ അതിനോട് അടുത്താണ് ഇടപഴകി നടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ സമയമെടുക്കുമെന്നാണ് പലരും പറയുന്നത്. വളരെ വാസ്തവം എന്ന് പറഞ്ഞാൽ ചില ആളുകളോടൊക്കെ ഇന്റിമസി കൂടുന്നത് ഇനി സൂക്ഷിക്കണം. കാരണം വെച്ചാൽ അവൻ ആ സർക്കിളിൽ പെട്ടതാണെങ്കിൽ നാളെ പിടിക്കപ്പെട്ടിട്ട് വരുമ്പോ നീയും ആ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ എന്ന് പറയില്ലേ എന്ന് തോന്നുന്ന പോലെ പേടി തോന്നുന്നുണ്ട്. എങ്ങനെയൊക്കെ ഈ രൂപം, ഭാവം, ലക്ഷണം ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതി വിശേഷം. എല്ലാം നല്ല ഏറ്റവും മാന്യമായ ഈ ഹൈ സ്റ്റാൻഡേർഡ് ഡീലിംഗ് ആണ്. അപ്പൊ വിശ്വാസ്യത എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്. ഏറ്റവും ഉറ്റവരെന്ന വിധത്തില് ഇന്നയിടത്ത് ഇന്നയാളുടെ സഹോദരൻ അല്ലെങ്കിൽ ബന്ധു, സ്വന്തം, ഇതെല്ലാം പറഞ്ഞ് പരിചയപ്പെട്ടു വരുമ്പോൾ പിന്നെ എന്തിനു സംശയിക്കണം? അയ്യോ, എന്ത് വേണ്ട, എന്ത് ട്രീറ്റ്മെന്റ് വേണേലും കൊടുക്കാമല്ലോ. നിരുപാധികം നമ്മൾ അയാളെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യാൻ തയ്യാറാവും. പക്ഷേ ഇതിന്റെ തന്നിരൂപം മറ്റൊന്നാണോ എന്ന് അറിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും എങ്ങനെ ലോകത്ത് മനുഷ്യന് വിശ്വസിക്കുക, എങ്ങനെ ഇടപെടും എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു കാലം വളരെ ഭയാനകം സാറേ. പറയുന്നതിനേക്കാൾ പല മടങ്ങ് ഭീകരത ഇതിന്റെ പിറയിലാണ്. നമ്മള് സൂര്യൻ ഉദിച്ച് ആ വെളിച്ചത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ തൊട്ട് പുറകെ കാണുന്ന നിഴൽ പോലെ ഇത് നമ്മുടെ ചുറ്റുമാണ്.
സാറ് പറയുമ്പോഴും പല കേട്ടിട്ടുള്ള പല കഥകളും കൂട്ടി വായിച്ചിങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ സ്വസ്ഥതയെ കെടുത്തുന്ന ഭീകരതയാ തൊട്ട് ചേർന്ന് നിൽക്കുന്നത്. നിഴൽ പോലെ തുടരുക, നിഴൽ പോലെ വരിക. ഇട്ടിട്ട് ഓടി ഒളിക്കാൻ പറ്റുമോ? എങ്ങോട്ട് ഓടി മറിയും? ഭയാനകമാണ്. പിന്നെ ഇത്രത്തോളം രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ഈ ദിവസം കൊണ്ട് സന്തോഷിക്കാൻ വഴിയുള്ളൂ എന്ന് തോന്നിപ്പോകും ഈ നിമിഷം വരെ. ഓക്കെ സാർ, നന്നായി. അടുത്ത വരവിനും കാത്തിരിക്കും. താങ്ക് യു. ഗംഭീരം സാർ. പ്രത്യേകിച്ച് ഉലൻ സാറെ കഷ്ടപ്പാടിന് പ്രത്യേക അഭിനന്ദനം. നന്നായി നന്നായി. ഒത്തിരി വർക്ക് നടത്തിയിട്ടുണ്ട്. ഉറപ്പ്. ഓക്കെ, ഇത്രമാത്രം ഡേറ്റാസ് കളക്ട് ചെയ്തു. അതെ സാറ് വളരെ നല്ല പഠനത്തിലൂടെയാണ് പോയത്. അതെ അതെ, ഒത്തിരി ഡെഡിക്കേറ്റഡ് സർവീസ്, നോ ഡൗട്ട്. സാറ് കുറെ നാളെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട്. ആ അത് ഇപ്പൊ ഈ ഇലക്ഷനും ഇതിന്റെയൊക്കെ തിരക്കായതുകൊണ്ട് സാറ് സാറുണ്ടോ? നോമിനേഷൻ ആണോ ഡെമ്മി ആണോ? എങ്ങനെ റോള് തീരുമാനിച്ചോ? ബാക്ക്ഗ്രൗണ്ട് വർക്കാണ്. അതേ ഉള്ളൂ. നന്നായി. നമുക്ക് എല്ലാവരും വേണമല്ലോ, അതുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് ആണ്. ഇപ്പൊ തിരക്കുണ്ട്. നന്നായി. ശരി. ഓക്കെ സാർ, ആരും ഇല്ലെങ്കിൽ നമുക്ക് റോയ് സാറിനെ കാണുന്നുണ്ട്. സാർ വരുന്നുണ്ട്. എനിക്ക് വളരെ ലേറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, നേരത്തെ പറ്റിയില്ല. എങ്കിലും സാറ് ഈ കാലഘട്ടത്തിന് ആവശ്യമായ കുറെ കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായ ഒരു സ്റ്റഡി ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തിയതിൽ വളരെയധികം അഭിനന്ദനങ്ങൾ. എനിക്കത് ഒന്നുകൂടെ കേട്ടിട്ട് വേണം. കേൾക്കാൻ പറ്റിയില്ല, കേൾക്കാനുള്ള വീഡിയോ നോക്കിയിരിക്കുന്നത്. തുടർന്ന് സാറിൻ്റെ അടുത്ത ക്ലാസ്സിന് മുമ്പ് ഞാനത് മനസ്സിലാക്കി വെച്ചോളാം. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. കുഞ്ഞു മാസ്റ്റർ ദീപമാലുണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാർ, ഈ 3 സർഫസ് വെബ്, ഡാർക്ക് വെബ്, ഡീപ്പ് വെബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ സർഫസിലൂടെ മാത്രമേ ഇപ്പം കടന്നു പോയിട്ടുള്ളൂ. ഡീപ്പായിട്ട് ചിന്തിക്കാനുള്ള ഇന്ന് സാറ് പറഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ആലോചിക്കുന്നത്. ഇതിനെപ്പറ്റി കുറെ മനസ്സിലാക്കി തന്നതിൽ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഒരുപാട് ചതിക്കുഴികളെ കുറിച്ച് മനസ്സിലാക്കാനും സാറിന്റെ ഈ ടോപ്പിക്കിൽ നിന്ന് മനസ്സിലായി. ഇനിയും കൂടുതൽ ടോപ്പിക്കുമായി വരുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു മാം. ഓക്കെ സാർ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിന് വേണ്ടി അടുത്ത പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു എന്ന് എനിക്കറിയാം. എങ്കിലും ലളിതായിട്ടിരുന്നത് നമുക്ക് ഉടൻ തന്നെ അടുത്ത ക്ലാസ് കൂടെ വയ്ക്കാം. ഓക്കെ സാർ, താങ്ക് യു. സാർ, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ബ്രേക്ക് ഉണ്ടല്ലേ? അത് സാറേ, വളരെ വളരെ നേരം മറ്റേ ഉലയനൻ സാർ പറയുന്നത് എന്തെന്നറിയാൻ ഇങ്ങനെ കഥോർത്തിരുന്നിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒത്തിരി മുറിഞ്ഞു പോകും. ഞാൻ പിന്നെ ഇടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്തു. ഒത്തിരി അവിടെ പ്രശ്നമുണ്ട് എന്തായാലും, ഓൺലൈൻ പ്രോബ്ലം. ഇപ്പോഴും ബ്രേക്ക് ആയിട്ട് നിൽക്കുക. അതെ അതെ, അതുകൊണ്ട് സാറ് അങ്ങനെ സ്റ്റക്കായിട്ട് വീഡിയോ ഓഫ് ചെയ്താ. ഇല്ലെങ്കിൽ എന്നാ വെച്ചാല് പിന്നെ നമുക്ക് സൗണ്ടേ കേൾക്കാൻ പറ്റാതായി. വലിയ കുഴപ്പമില്ലായിരുന്നു. ഓൾമോസ്റ്റ് കിട്ടി. ചെറിയ അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സീ യു. നാളെ നമുക്ക് സനൽ സാറിന്റെ ക്ലാസ്. സനൽ സാറിന്റെ വ്യാഴാഴ്ച ഹോളിസ്റ്റിക് ഹെൽത്ത്. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ, സീ യു.